നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക കണ്ടെത്തൽ പുറത്തുവരികയാണ്. കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളാണ് ലഭിച്ചത്. ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് രേഖകൾ കണ്ടെത്താനായത്. 12 മണിക്കൂറോളം നീണ്ട പരിശോധനയിലാണ് അന്വേഷണ സംഘം ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ SITക്ക് ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. എന്നാൽ പത്മകുമാർ ഇക്കാര്യത്തിൽ നിഷേധിച്ചിരുന്നു. പോറ്റി നേരത്തെ നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ വേണ്ടിയാണ് പ്രത്യേക അന്വേഷണത്തിന് വേണ്ടി സംഘം പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇന്നലെ എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 2021, 2022 കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും ആറന്മുള, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഭൂമി വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയതെന്നും SITക്ക് വിവരം ലഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം.